മലപ്പുറത്തു നിന്ന് വരുന്ന ഒരു കാഴ്ച. കത്തിയെരിയുന്ന വേനലിലും കണ്ണിന് കുളിർമയേകുകയാണ് മഞ്ചേരി മുട്ടിപ്പാലത്തെ സൂര്യകാന്തി പാടം. തൃക്കലങ്ങോട് സ്വദേശി സീമാമു ആണ് 60 സെന്റ് സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്തത്. പഴനിയിൽ നിന്നാണ് വിത്തുകൾ ലഭിച്ചത്. സൂര്യകാന്തി കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ചെലവിനുള്ളതെടുത്ത് ബാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാനുള്ള തീരുമാനത്തിന്റെ നന്മയുമുണ്ട് ഈ കാഴ്ചയിൽ. സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത് കാണാനും ഫോട്ടോ എടുക്കാനുമൊക്കെ നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ഈ ചൂടുകാലത്ത് കണ്ണിന് കുളിർമയുള്ള ഒരു ദൃശ്യമെന്നാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. അഷ്കറിനും അവിടെ എത്തിയപ്പോൾ അങ്ങനെ തന്നെയാണോ അനുഭവപ്പെടുന്നത്? സുജ, തീർച്ചയായും. കാരണം നമ്മൾ ഈ ചൂടുകാലത്ത് നമുക്കിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പോലും ചൂടാണ്, കടുത്ത ചൂടാണ്. പക്ഷേ ഈ കടുത്ത ചൂടിനിടയിലും ആളുകൾ തേടിയെത്തുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുട്ടിപ്പാലം, ഇവിടെ നമുക്ക് ദൃശ്യം കാണാൻ ഓരോ ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 60 സെൻറ്റ് സ്ഥലത്താണ് ഇത്തരത്തിൽ തൃക്കലങ്ങോട് സ്വദേശിയായിട്ടുള്ള സീമാമു ഇത്തവണ ഈ ഒരു കൃഷി ഇറക്കിയിരിക്കുന്നത്, ഈ സൂര്യകാന്തി കൃഷി ഇറക്കിയിരിക്കുന്നത്. സാധാരണ നമ്മുടെ നാടുകളിൽ ഇല്ലെങ്കിൽ അത്തരത്തിൽ വ്യാപകമായി കാണാത്ത ഒന്നാണ്. പലപ്പോഴും സൂര്യകാന്തി തോട്ടങ്ങൾക്കൊക്കെ പേര് കേട്ടത് തമിഴ്നാടാണ്. അങ്ങോട്ടാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഈ സൂര്യകാന്തി തോട്ടം അതുപോലെ തന്നെ മുന്തിരിത്തോട്ടം കാണാൻ പോകാറ്. പക്ഷേ ഇപ്പോൾ ആ കാഴ്ചകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു വൈകുന്നേരത്തെ ഈ കടുത്ത ചൂടിലും ചൂടിനപ്പുറത്തേക്ക് ഇങ്ങനെ ഈ പാടം കാണാൻ വേണ്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഓരോ നിമിഷം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കൃഷിയെക്കുറിച്ച് നമുക്ക് സീമാമു ഇദ്ദേഹമാണ് ഈ കൃഷി ചെയ്യുന്നത്. സീമാമു എന്ന് പറയും. എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് എത്തുന്നത്? ഇത് ഞാൻ അവിടെ കൊണ്ടുവരും പെട്ട വായൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ അവിടെ വിത്തിന് വേണ്ടി ഉണ്ടാക്കുക. ഇവിടെ ഇപ്പോൾ അത് വിത്ത് കിട്ടൂല. ഇതിന് ഇങ്ങനെ കൂട്ടത്തിലിട്ട വിത്ത് കിട്ടൂല. ഇത് മുളച്ച് പോകണമെങ്കിൽ പിന്നെ വിത്തായി വരുമ്പോൾ ഇത് ഒന്നും ഉണ്ടാവില്ല, പതിര. പിന്നെ ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഷോക്ക് വേണ്ടി ഞങ്ങൾ പൂക്കോട്ടുംപാടത്തിൻ്റെ അമ്മേൻ്റെ വായനും ഞാൻ അങ്ങനെ ഒന്ന് ഇട്ടു. അത് ഇട്ടപ്പോൾ നല്ല വിജയമായി, ആൾക്കാർ കാണാനും നല്ല സപ്പോർട്ടും ഉണ്ടായി. അപ്പോൾ അങ്ങനെ പേലേപ്പുറത്തിട്ടു, പിന്നെ മുമ്പാടിട്ടു. അതിൻ്റെ കൃഷി രീതി എങ്ങനെയാണ്? ഇത് നമ്മൾ പിന്നെ ആദ്യം സ്ഥലമൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം വളം ഇടണം. വളം ഇട്ടിട്ട് ആദ്യം കോഴിക്കാട്ടിട്ട് വെള്ളം അടിക്കണം. വെള്ളം നനച്ചതിൻ്റെ ശേഷം പിന്നെ രണ്ടാമത് മിച്ചറും അടിവളമൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ വിത്താണ് പാകി കൊടുത്താൽ മതി. ആദ്യം നമ്മുടെ നാടുകളിൽ ഇത്തരത്തിൽ ഈ സുലഭമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആദ്യം നമ്മളിവിടെ കൊണ്ടുവരാൻ ധൈര്യമായിരിക്കും വരും. 1 കിലോ വിത്ത് കിട്ടണമെങ്കിൽ ഇതിന് 2200 രൂപ വിലയാണ്. ഇത് ഹൈബ്രിഡേ മുളക്കുള്ളൂ. ഈ വിത്ത് ഇതിമത്തെ വിത്ത് എടുത്ത് മുളപ്പിച്ചാൽ മുളക്കൂല. മുളച്ചാൽ തന്നെ ഇതുപോലെ ചെറിയതായിട്ട് വന്നുകൊണ്ടാണ്ട് ഒടിഞ്ഞു പോകും. അപ്പോൾ വെറുതെ ഉണ്ടാക്കിയത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഒരു ധൈര്യത്തിൽ കുറച്ച് കാശ് ഇപ്പോൾ പൂക്കോട്ടുംപാടത്ത് 7 ഏക്കറേന് അതിൽ 40,000 റുപ്യേൻ്റെ വിത്ത് കൊടുത്ത് ഞങ്ങൾ വിതച്ച് റെഡിയാക്കി. അത് വിജയിച്ചും ചെയ്തു. അതിൽ ചാരിറ്റിക്കാർ വന്ന് അവർക്ക് കൊടുത്ത് ഫാറൂഖ് സർപ്ലസ് ഏരി വന്ന് ഓല് വന്നിട്ട് ഓർക്ക് 2,00,000 റുപ്യ വന്ന് കിട്ടും. ഒരൊറ്റ ദിവസം അങ്ങനെ പിരി കിട്ടി. സുജാതയിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. നമ്മളൊരു വെറുതെ സൂര്യകാന്തി കൃഷി എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് കാര്യമായ വരുമാനം ലഭിക്കുന്നതിനപ്പുറം സന്ദർശകരിൽ നിന്നാണ് ഇദ്ദേഹത്തിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. പക്ഷേ ആ വരുമാനം ഇദ്ദേഹത്തിൻ്റെ ചെലവ് കഴിച്ച് ബാക്കി തുകയൊക്കെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ തന്നെ 10,000-ങ്ങളോ ലക്ഷങ്ങളുമായി ഇദ്ദേഹം കൊടുത്തു എന്നുള്ളത്. ഇപ്പോൾ ഓരോ സൂര്യകാന്തി തോട്ടം ഇദ്ദേഹം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതുകൂടിയാണ്. ഒരു പഴയ പ്രവാസി കൂടിയായ ഇദ്ദേഹം പിന്നീട് അതേ കൃഷിയിലേക്ക് മാറും. എത്ര ആൾ അടുത്ത് പേലേപ്പുറത്തിട്ടിയിൽ പന്തലിങ്ങൽ ഒരു ആസാരിച്ചക്കനും അവനൊരു 42 സംതിങ് കിട്ടി. പിന്നെ ഒരു ദിവസം പിന്നെ ഒരു പോരൂരില്ല ശ്രീശാന്ത് പറഞ്ഞ ഒരു ചക്കന് അവനും കിട്ടി 27 റുപ്യ. ചില കറക്റ്റ് ഓർമ്മ എൻ്റെ ഇല്ലല്ലോ, ഏതായാലും 25-ൻ്റെ മുകളിലുണ്ട്. പിന്നെ സൈനബ ഇജനാമെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അതിനൊരു 20 റുപ്യ അത് കിട്ടി. പിന്നെ നമ്മൾ വാലറ്റിവിക്കാർക്ക് അവർ കൊടുത്തു, അതും കിട്ടി. ഇതിപ്പോൾ ഇതിന് എനിക്ക് മുതൽ വന്നിട്ടില്ല. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ 12,000 റുപ്യ കൈ കിട്ടിയിട്ടുള്ളൂ. ഇത് 10-60 റുപ്യോളം പണിക്കാരെ കൂലിയും വിത്തിൻ്റെ കായും പിന്നെ ടാറ്റർ കൂട്ടിയത് കറണ്ടിൻ്റെ പൈസ കൂടി ഒരു 10-65 റുപ്യോളം ചിലവുണ്ട്. 62 റുപ്യ എന്തായാലും ചിലവഴിക്കണം. അതിൻ്റെ മനപ്പാട കണക്കുണ്ട്. അതിക്കിപ്പോൾ ആകെ 12 റുപ്യ വന്നിട്ടുള്ളൂ. ഇവിടെ ഒന്നാമത്തെ സ്ഥലം അറിഞ്ഞിട്ടില്ല, ടൗൺ ഏരിയ ആണ്. പിന്നെ ആൾക്കാർ നാട്ടിൻപുറത്താണ് ഇത് ഏറ്റവും വിജയിക്കുന്നത്. നാട്ടിൻപുറം ഇട്ടോളൊന്നും ഇന്നെ പരാജയപ്പെടുത്തില്ല. ഇവിടെ ഇപ്പോൾ ഒരു ലേശം പരാജയത്തിൽ റോഡുണ്ട്. അടുത്ത് കൂടെ നമ്മൾ 28 ചൊറോട് അടുത്ത് 28 വണ്ടൂരിൻ്റെയും പാണ്ടിക്കണ്ണി സെൻട്രൽ 28 മലപ്പുറം ജില്ലയുടെ വിവിധ പാടങ്ങളിൽ ഇപ്പോൾ ഈ സീമാക്ക് വളരെ വലിയ തോതിൽ ഇത്തരത്തിൽ സൂര്യകാന്തി അതും വിശാലമായ രീതിയിൽ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഇദ്ദേഹത്തിന് വലിയൊരു ലാഭമൊന്നും ലഭിച്ചിട്ടില്ല, മുതൽ പോലും ലഭിച്ചില്ല. പക്ഷേ സന്ദർശകർക്ക് ഇതൊരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് ഈ സ്വർണ്ണശോഭയോടെ തന്നെ അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തോടെ തന്നെ ശോഭയോടെ തന്നെ സൂര്യനായ അഭിമുഖമായി നിൽക്കുന്ന സൂര്യകാന്തി തോട്ടം അത് കാണാനെത്തുന്ന നിരവധി മനുഷ്യർ, പ്രത്യേകിച്ച് വെക്കേഷൻ കാലമൊക്കെ ആയതോടെ നിരവധി ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും
എന്തായാലും ആളുകൾക്കൊരു സന്തോഷം സമ്മാനിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഈ തുക ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓരോ ദിവസവും ചെറിയ കുട്ടികളടക്കം ഒരുപാട് ആളുകൾ വരുന്നു, ഇവിടുന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നു, അവരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളോടൊപ്പം വേറെ ഒരുപാട് ആളുകൾ. എന്താണ് ഇവിടുത്തെ സ്ഥലത്ത് എന്താണ് ഇവിടുത്തെ കാഴ്ച ആളുകളൊക്കെ? ഇത് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള പതിയിൽ നമ്മളിപ്പോൾ ഒരാൾ ഗുണ്ടൽപേട്ടെ അല്ലെങ്കിൽ മൈസൂരാടി പോയി കാണണമെങ്കിൽ 1000 റുപ്യ ഒരാൾക്ക് മുടക്കണം. ഇത് ഇയാൾക്ക് എന്തെങ്കിലും ഇനി ആ പൈസ ഇല്ലാത്തതിനും കയറ്റി വിടുകയാണ്. ഇപ്പം നേരത്തെ നോക്കുമ്പോൾ തന്നെ പൈസ 100 രൂപ കൊടുക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു, 5 ആളുണ്ട്, ആ കണക്കിൽ 100 റുപ്യേൻ്റെ ബാക്കി കൊടുക്കണം. ഇയാളപ്പോൾ 40 റുപ്യ കൊടുത്തു. കാരണം ആളെ മുഖം നോക്കിയിട്ട് ചിലപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഇതിൻ്റെ പെങ്ങന്മാരാണ്, ഞങ്ങളുടെ സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇയാൾ ബസ്സിൽ ഇയാൾ പ്രവാസി മാത്രമല്ല ബസ്സിൽ തന്നെ ജീവനം 30 വർഷം മുമ്പ് പരിചയമുള്ള ആളാണ്. സത്യസന്ധനായ പാവപ്പെട്ട ഒരു കർഷകൻ, എല്ലാ മേഖലയിലും ഉള്ള ആളാണ്, ഗൾഫിൽ പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ മല്ലികത്തോട്ടമൊക്കെ ഉണ്ടാക്കിയ ആളാണ് സ്വന്തമായിട്ട്. പക്ഷേ ഇത് നമ്മൾക്കും ഉണ്ടാക്കാൻ അത്രയും കാഠിന്യമാണ് ഇതിന്, അത്രയും പ്രതിസന്ധി അത് ഉണ്ടാക്കി വരുന്നത്. ഇത് മുളച്ച് കിട്ടി ഇതിന് കൈകാര്യം ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും. അപ്പോൾ ഞാനിത് ഇവരുടെ തോട്ടം കണ്ടപ്പോഴാണ് ഞാൻ വിളിച്ചപ്പോൾ മുമ്പ് പേലപ്പുറത്ത് പോയി കണ്ടു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല രസമുള്ള സംഭവമാണ്. പക്ഷേ അവിടെ ആളുകളൊന്നും കൂടി ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇലക്ഷനും ചൂടും എല്ലാം കൂടി ആയിട്ടാണ് ആൾ കുറവ് വന്നത്. ഇവിടെ എത്തുന്ന ആളുകൾ ഭയങ്കര സന്തോഷം. ഇവിടെ എത്തിപ്പെട്ടാലേ ഇത് അറിയുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പൊതുവെ ആൾക്കാർ ഇറങ്ങാൻ മടിയുള്ള കാലത്താണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര സംഭവമായി. ആൾക്കാരെ സംബന്ധിച്ച് ഒരു 30-20 റുപ്യ ഐസ്ക്രീമും ഒരു 20 ടിക്കറ്റും കൊടുത്ത് 40 റുപ്യക്ക് നാട്ടുകാർക്ക് ഇത് കാണാൻ വലിയ സംഭവം എന്നുള്ളത്. ഇത് ഗുണ്ടൽപേട്ട പോയി എന്തായാലും നമ്മൾ കാണാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ട് സൂര്യകാന്തി തോട്ടത്തിൽ പോയി. ഞാൻ അവിടെയൊക്കെ പോകുമ്പോഴും നമുക്ക് ഇറങ്ങാൻ നേരം കിട്ടില്ല. അല്ലെങ്കിൽ ടൂറിന് നമുക്ക് ബിസിനസ് കാര്യമൊക്കെ ആകുമ്പോൾ തിരക്കേറി നമ്മളെ സംബന്ധിച്ച് ഞാൻ ഡെയിലി വരും ഇതിൽ. അപ്പം ഇത് കണ്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. അപ്പം എന്നാലും മുഴുവൻ മനസ്സ് പറഞ്ഞില്ല, എല്ലാവരും പ്ലസ്സാണ്. എന്തായാലും ഇവിടെ ഒരുപാട് കുട്ടികളും ആളുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സിന് കാണാവുന്ന കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയ്ക്ക് എല്ലാവർക്കും മഞ്ചേരി തോട്ടിൽപ്പാലത്തേക്ക് എത്താം. അവർക്കൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൂടി പങ്കാളിയാവാമെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. സുജ, ഓക്കെ, താങ്ക് യു അഷ്കർ. അപ്പോൾ എല്ലാ ആശംസകളും അറിയിച്ചേക്കും അദ്ദേഹത്തിന്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പറ്റിയാൽ നമുക്ക് മഞ്ചേരി വന്ന് ഞങ്ങളും കൊച്ചിക്കാരും വന്ന് കാണാം. താങ്ക് യു അഷ്കർ. അപ്പോൾ ഈ ചൂട് കാലത്ത് നല്ല ഒരു സൂര്യകാന്തി പാടം, അത് അങ്ങ് ഗുണ്ടൽപേട്ടിലൊന്നും പോയിട്ടില്ല, നമ്മുടെ സ്വന്തം മഞ്ചേരിയിൽ മലപ്പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇനിയുമുണ്ടെന്ന്